ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബ്ലൂബെറി പാൻകേക്സ്, വീറ്റ് ബ്ലൂബെറി പാൻകേക്സ്. ഇത് നല്ലൊരു ഡെലീഷ്യസ് ആയ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിപ്പോൾ വീറ്റ് പാൻകേക്കാണല്ലോ, അപ്പോൾ ഞാൻ ഇത് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഒരു മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, വാനില എസൻസ് ഒരു 2-3 തുള്ളി, ബ്ലൂബെറീസ് ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് പാല്, ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. ഇനി നമുക്ക് പാൻകേക്കിനുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയും ഷുഗറും ഓയിലും കൂടെ നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഈ മുട്ട നല്ലോണം ഒരു ഹാൻഡ് വിസ്ക് വെച്ച് അടിച്ചു കൊടുക്കുക. നല്ല അതിൻ്റെ ആ ഒരു നല്ല ഒന്ന് മിക്സായിട്ട് പതപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഷുഗർ, അര കപ്പ് പാല്, നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി നമ്മുടെ ഈ പാൻകേക്സിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ അതിൽ വേറെ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പാൻകേക്സ് പലതരത്തിലുണ്ട്. നമ്മൾ ബ്ലൂബെറി വെച്ച് ചെയ്യാറുണ്ട്, അതുപോലെ ബനാന, ചോക്ലേറ്റ് ചിപ്പ് പാൻകേക്ക്, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. മാവ് കുറച്ചുകൂടെ ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാലും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് ലംസ് ഇല്ലാതെ എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം എടുക്കാൻ. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. വെള്ളം കൂടി പോയാൽ നമ്മുടെ പാൻകേക്ക് ഒരു ഗോതമ്പ് ദോശ പോലെ ആയിപ്പോവും. അപ്പോൾ പാൻകേക്ക് എപ്പോഴും കുറച്ച് കട്ടിക്ക് വേണം ഇരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഇച്ചിരി കട്ടിയായിട്ട് കുറുകിയിരിക്കണം മാവ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഡ്രോപ്പ് വാനില എസൻസ്. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ പാൻകേക്കൊക്കെ ഒരു വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് വാനില എസൻസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ US-ലാണെങ്കിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഒന്നുകിൽ പാൻകേക്സ്, അല്ലെങ്കിൽ വേഫിൾസ്, ബ്രെഡ് ടോസ്റ്റ്, ഇതൊക്കെയാണ് ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. സ്ക്രാമ്പിൾഡ് എഗ്സ് ഇതൊക്കെ വരും. ഇപ്പോൾ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു
കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, പഞ്ചസാര മാത്രമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ശകലം ഉപ്പ്. ഇനി നമുക്ക് പാൻ കേക്ക് ചുടാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ഓയിൽ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. പാൻ കേക്കിൻ്റെ മാവുണ്ടല്ലോ, ആ ലാഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും അതിൻ്റെ വലിപ്പം. കുറച്ച് ബ്ലൂബെറി ഇതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്ലൂബെറി വീറ്റ് പാൻ കേക്ക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇത് കഴിക്കാനായിട്ട് കൂടെ ഒരു ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഇതാണ് ഇതിന് പറ്റിയ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്ലൂബെറി പാൻ കേക്ക്സ് വിത്ത് മേപ്പിൾ സിറപ്പ് എല്ലാവർക്കും ഇഷ്ടമാവും.